Hey everyone, welcome back to the channel. Today I'm tackling a portrait of the king himself, Virat Kohli. Drawing Virat is all about capturing that intensity in his eyes and of course his signature groomed beard. I'll be walking you through my process with a deep dive into how I texture Virat. ആദ്യം തന്നെ പറയാനുള്ളത് ബേസിക് ആയിട്ട് HB 2B 4B 6B അങ്ങനെ ലെയർ കൊടുത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ എങ്ങനെ എത്ര ഈസി ആയിട്ട് നമുക്ക് ബേസ് വരയ്ക്കാം വിത്തൗട്ട് ടച്ചിങ് എ സിംഗിൾ പെൻസിൽ ടു ദ ഫേസ്. അതിനായിട്ട് ചെറിയൊരു ചാർക്കോളിൻ്റെ ബേസ് എടുത്തിട്ട് നല്ല ഫൈൻ പൗഡറാക്കി മാറ്റുക. എന്നിട്ട് അതിൻ്റെ ബേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ബ്രഷ് വേണം, ഒരു മേക്കപ്പ് ബ്രഷ്. ആദ്യം ഒരു വലിയ വോളിയമുള്ള ഒരു മേക്കപ്പ് ബ്രഷ് കൊണ്ട് നമ്മളത് ബ്ലെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ചെറിയ വോളിയമുള്ള ബ്രഷ് കൊണ്ട് നമ്മളത് അതിൻ്റെ എല്ലാ പാർട്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. എത്ര ഡാർക്ക്നെസ്സാണ് നമ്മൾ ബേഡിന് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അത്രയും ഡാർക്ക്നെസ് കിട്ടുന്ന വരെ നമ്മൾ ചാർക്കോൾ ആഡ് ചെയ്ത് കൊണ്ടേയിരിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ മേലത്തെ പോർഷൻ വർക്ക് ചെയ്യുന്നത് അത് എവിടെ നിന്നാണ് ബേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ നമ്മൾ പതുക്കെ വീഡിയോയിൽ സ്പീഡായിട്ട് കാണിക്കുന്നുണ്ടെന്നല്ലോ, പതുക്കെയാണ് ചെയ്യുന്നത്. വളരെ പതുക്കെ നോക്കുക എങ്ങോട്ടാണ് ബേഡിൻ്റെ പോർഷൻ പോകുന്നത്. അതിനനുസരിച്ച് നമ്മൾ ബ്രഷിൻ്റെ പൊസിഷൻ മാറ്റി കൊടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മളത് ഓരോ പോർഷനും പതുക്കെ എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്ത് വേണം നമ്മളിത് ചെയ്യാൻ. നമുക്കൊരു ബേസ് കിട്ടിയെന്ന് പറഞ്ഞതിന് ശേഷം നമ്മളൊരു 4B പെൻസിൽ എടുക്കുക. 4B പെൻസിൽ എടുത്തിട്ട് ബേഡിൻ്റെ പോർഷൻ താടിയുടെ ഭാഗം മേലെന്ന് താഴേക്കിടാതെ നേരെ ഓപ്പോസിറ്റായിട്ട് താഴേന്ന് മേലോട്ട് ജസ്റ്റ് ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എങ്ങനെയാണ് റെഫറൽ പിക്ചർ നോക്കിയിട്ട് അതേ പോർഷനിൽ അതേ ഭാഗത്ത് നേരെ താഴേന്ന് മേലോട്ട് ഇങ്ങനെ എങ്ങനെ പറയാം, പതുക്കെ ഇങ്ങനെ നല്ല ആദ്യം പ്രഷർ കൊടുത്തിട്ട് പിന്നെ പ്രഷറില്ലാതെ അങ്ങനെ ഒരു ലൈൻസ് ഇട്ട് ഇങ്ങനെ കൊടുക്കുക താടിയുടെ ഭാഗത്ത്. ഇപ്പോൾ തന്നെ വിസിബിളാണ് നമുക്ക് എത്രത്തോളം ഒറിജിനാലിറ്റി ഈ ഒരു പിക്ചറിന് കൊണ്ടുവരാൻ കഴിഞ്ഞു 4B പെൻസിൽ യൂസ് ചെയ്തിട്ട് തന്നെ. ഇനി ഇതിനും ഒറിജിനാലിറ്റി കിട്ടാന്നുണ്ടെങ്കിൽ ഇതിലും ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി യൂസ് ചെയ്യുക. ഒറ്റയടിക്ക് യൂസ് ചെയ്യാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇതിൻ്റെ ഡാർക്കർ ഷെയ്ഡ് യൂസ് ചെയ്യുക. അതിലും ഡാർക്കർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പിക്ചറിന് ഒരു ഷാർപ്പ് ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ കഴിയും. പെൻസിൽ യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിത് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യണം, ഇതിനൊരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. എത്രത്തോളം നമ്മളത് ബ്ലെൻഡ് ചെയ്യണോ, എത്രത്തോളം ഫോക്കസ് ഒരു പിക്ചറിന് കൊടുക്കുന്നു, നമ്മൾ എത്ര ടൈം കൂടുതൽ എടുക്കുന്നു അത്രയും പെർഫെക്ഷൻ നമുക്കൊരു പിക്ചറിന് കിട്ടും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് മേക്കപ്പ് ബ്രഷസാണ്. അതിനുശേഷം ഞാൻ 7B പെൻസിലാണ് യൂസ് ചെയ്തത്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങോട്ടാണ് നമ്മുടെ താടിയുടെ ഓരോ രോമങ്ങൾ എങ്ങോട്ടാണ് എക്സാക്റ്റ് പോർട്രേറ്റിൻ്റെ ഒറിജിനൽ ഇമേജ് നോക്കിയിട്ട് ഏതൊക്കെ പാർട്ടിലാണ് രോമം പോകുന്നത് അതിനനുസരിച്ച് അതേപോലെ നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഡീറ്റെയിലിങ്ങിനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മോണോ 0 ഇറേസറാണ്. ഞാൻ ബ്രസ്റ്റോൻ്റെ മോണോ 0 മെക്കാനിക്കൽ ഇറേസറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് ഈ മോണോ 0 ഇറേസർ യൂസ് ചെയ്യുന്നത് തന്നെ നമ്മളിതിന് ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, പിക്ചർ നല്ലൊരു HD ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്.
ഫൈനലി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് ജെൽ പെന്നാണ്. ഇത് അത്ര നെസസറി അല്ല. ഇനി നിങ്ങൾക്ക് വേണമെന്ന് ഒട്ടും നിർബന്ധമാണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. ഒന്നുകൂടി നല്ലൊരു HD എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. നല്ല ഡീറ്റെയിലിങ് വരും കേട്ടോ ഇത് യൂസ് ചെയ്താൽ. നിർബന്ധം എന്ന് അറിയില്ല, പക്ഷേ ഇത് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഫൈനലായിട്ട് നമ്മളൊന്നുകൂടി മേക്കപ്പ് ബ്രഷ് കൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും, അതിനൊരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ പ്ലീസ് ഡു ഫോളോ മീ.